dear students, chapter number 5 web designing using HTML question illude namukku pettannu padikam. First question, there are three kind of list in HTML. HTML use cheyna list ആണ് മൂന്ന് ടൈപ്പ് ലിസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്. എന്താ ഈ അൺഓർഡേർഡ് ലിസ്റ്റ്? അതിൽ സിമ്പിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സിമ്പിൾസ് മാത്രം. ഏതൊക്കെ സിമ്പിൾസ് ആയി വരിക? ഡിസ്ക്. അപ്പൊ ഇത് യൂസ് ചെയ്യണമെങ്കിൽ UL എന്നുള്ള ടാഗാണ് യൂസ് ചെയ്യുക. അൺഓർഡേർഡ് ലിസ്റ്റിന് യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് ടൈപ്പ്, അല്ലെ? അതിന്റെ ആട്രിബ്യൂട്ട് ആണ് ടൈപ്പ്. ടൈപ്പിൽ മൂന്ന് സിമ്പിൾസ് ആയി യൂസ് ചെയ്യുക. ഒന്ന് ഡിസ്ക്, സർക്കിള്, സ്ക്വയർ. ഈ രൂപത്തിൽ വന്നാൽ അതിനെ പറയുന്ന പേരാണ് അൺഓർഡേർഡ് ലിസ്റ്റ്. എന്താ ടിക്ക് ഇടാൻ കാരണം? ഓട്ടോമാറ്റിക്കലി ഡിസ്ക് ആണ് വരിക. അപ്പൊ രണ്ടാമത്തെ സെക്ഷൻ ഓർഡേർഡ് ലിസ്റ്റ്. ഓർഡേർഡ് ലിസ്റ്റിന്റെ പ്രത്യേകത അതിൽ ഓർഡറിലായിരിക്കും ഉണ്ടാവുക. നമ്പർ ആവാം, ലെറ്റർ ആവാം, റോമൻസ് ആവായിരിക്കും. അവിടെ യൂസ് ചെയ്യുന്ന ടാഗിന്റെ പേരാണ് OL ടാഗ്. രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്, ടൈപ്പും സ്റ്റാർട്ടും. ടൈപ്പില് 5 ടൈപ്പ് സിമ്പിൾസ് ആണ് വരാനുള്ളത്. ഒന്ന് 1, അതാണ് ഡീഫോൾട്ട് നമ്പറായി. ലെറ്റർ എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റർ A ആവാം, ക്യാപിറ്റൽ A വരാം. റോമൻ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ I ആൻഡ് ക്യാപിറ്റൽ I. 5 വാല്യൂസ് ആണ്. സ്റ്റാർട്ട്, എന്താ സ്റ്റാർട്ട്? എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? മസ്റ്റ് ബി ഇൻറ്റിജറെ എഴുതാൻ പാടുള്ളൂ സ്റ്റാർട്ടിൽ. എക്സാമ്പിൾ ഇതാ 1 ആപ്പിൾ 2 ഓറഞ്ച്. മൂന്നാമത്തെ സെക്ഷൻ ആണ് ഡെഫിനിഷൻ ലിസ്റ്റ്. അതായത് ഒരു സിമ്പിളും വേണ്ട, ഒരു ലെറ്ററും വേണ്ട, ഒരു നമ്പറും വേണ്ട. അങ്ങനത്തെ കേസ് ഒരു സ്പേസ് വെച്ച് കൺട്രോൾ ചെയ്യുക. അത് ജസ്റ്റ് ബ്ലോക്ക് ആക്കി എഴുതിയ ആ സെക്ഷനിൽ യൂസ് ചെയ്യുന്ന ടാഗിന്റെ പേരാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. DL ടാഗ് യൂസ് ചെയ്യുക. 2 സപ്പോർട്ടിങ് ടാഗാണ്. ഒന്ന് DT, DD. DT എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ടേം, DD എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ഡാറ്റ. ഹെഡിങ് ആണെങ്കിൽ DT, ഉള്ളത്തെ വാല്യൂ ആണെങ്കിൽ DD. വളരെ സിമ്പിൾ സെക്ഷൻ ആണ്. ഇതാണ് ഫസ്റ്റ് മെയിൻ ടോപ്പിക്. ഫസ്റ്റ് ടോപ്പിക് ഇവിടെ പൂർണ്ണമായി. സെക്കൻഡ് ടോപ്പിക്, രണ്ടാമത്തെ ടോപ്പിക്ക് തൊട്ട് മുമ്പ് ഇതേപോലെ ഒരു എക്സാമ്പിൾ തന്നാൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് A കഴിഞ്ഞാൽ B കഴിഞ്ഞാൽ C. അപ്പൊ അതെന്താ? ഓർഡേർഡ് ലിസ്റ്റ് ആണ്. OL എന്ന് എഴുതാം. ടൈപ്പ് ഈസ് ഈക്വൽ ടു ഏത് ടൈപ്പ് സിമ്പിളാ? A എന്നുള്ള സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. എന്ത് എഴുതാണെങ്കിലും ആര് വേണം? LI എന്നുള്ള ടാഗ് വേണം. 3 LI ടാഗ് ഒരുമിച്ച് എഴുതാം. പെട്ടെന്ന് ക്വിക്കായിട്ട് കവർ ചെയ്യാൻ പറ്റും OL. എന്നിട്ട് ഓരോ എലമെന്റ്സ് എഴുതാം. കീബോർഡ്സ്, മൗസ്, അതേപോലെ സ്കാനർ എന്ന് എഴുതാം. എന്നിട്ട് LI ക്ലോസ് ചെയ്യുക. /LI/NLI. Yes, that's all. So next one, differentiate between internal link and external link. ഈ ടോപ്പിക് എടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് എന്ത് വേണം? അപ്പൊ ഇതിൽ ആദ്യം നോക്കേണ്ടത് എന്താണ് ലിങ്ക്. ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് ജമ്പ് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുക? ലിങ്ക് ഉപയോഗിക്കാം. ഏത് ടാഗ് യൂസ് ചെയ്യുക? നോർമൽ രീതിയിൽ A ടാഗ് ആണ് യൂസ് ചെയ്യുക. A ടാഗിന്റെ മെയിൻ ആട്രിബ്യൂട്ട് ആണ് href. അപ്പൊ എന്താ ഇന്റേണൽ ലിങ്ക്? ഇന്റേണൽ ലിങ്ക് പറഞ്ഞാൽ സെയിം പേജിലേക്ക് തന്നെ ലിങ്ക് ചെയ്യുക. ലിങ്ക് ടു ദി സെയിം ഡോക്യുമെന്റ്. ഒരേ ഡോക്യുമെന്റിലേക്ക് തന്നെ ജമ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇന്റേണൽ ലിങ്ക് എന്ന് പറയും, അല്ലെ? href ഈക്വൽ ടു നെയിം ആഷ് ഇട്ടിട്ടാണ് ഇത് എഴുതുക. യൂസിങ് ആഷ് വെച്ചിട്ട് ഒരു പേര് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക ഇന്റേണൽ ലിങ്ക്. എക്സ്റ്റേണൽ ലിങ്ക് ആണെങ്കിൽ ലിങ്ക് ടു ദി എക്സ്റ്റേണൽ ഡോക്യുമെന്റ്, മറ്റൊരു പേജിലേക്ക് ജമ്പ് ചെയ്യണം. അതിന് href ഈസ് ഈക്വൽ ടു www.google.com. അത് എക്സ്റ്റേണൽ ലിങ്ക് ആണ്. യെസ്. മറ്റൊരു സെക്ഷൻ ലിസ്റ്റ് എനി. മൂന്നാമത്തെ ടോപ്പിക് ആണ് ലിസ്റ്റ് എനി ഫോർ ആട്രിബ്യൂട്ട്സ് ഓഫ് എംബഡ് ടാഗ്. എംബഡ് ടാഗ് പറഞ്ഞാൽ മ്യൂസിക് ഇൻസെർട്ട് ചെയ്യണം. എൻ്റെ വെബ് പേജിലേക്ക് മ്യൂസിക് ഇൻക്ലൂഡ് ചെയ്യാൻ എന്തൊക്കെ, ഏത് മ്യൂസിക് ആണെന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്യണം. സോ SRC സോഴ്സ് വേണം. ആ മ്യൂസിക് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈറ്റ് തീരുമാനിക്കണം. ഹൈറ്റ്, വിഡ്ത്ത് തീരുമാനിക്കാൻ വിഡ്ത്ത്. ദെൻ എവിടെ വരണം, എവിടെ പ്ലേസ് ചെയ്യണം. ദാറ്റ് ഈസ് കോൾഡ് അലൈൻമെന്റ് ഫോർ ആട്രിബ്യൂട്ട്സ് ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ടേബിൾ ആണ്. ടേബിൾ ഡിസൈനിങ്. ടേബിൾ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ടേബിളിന്റെ ആട്രിബ്യൂട്ട്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആട്രിബ്യൂട്ട്സ് ഓഫ് ടേബിൾ എന്ന് പറയുമ്പോൾ മനസ്സിൽ കാണേണ്ടത് ഇതാണ് ഡയഗ്രാം. ഇതാണ് ഒരു ടേബിൾ. അപ്പൊ ടേബിളിന് എന്ത് വേണം? പുറമെ കൂടെ ഒരു ലൈൻസ് വേണം. സോ ബോർഡർ വേണം. ആ ബോർഡറിന്റെ കളർ തീരുമാനിക്കാൻ ബോർഡർ കളർ. ഉള്ളിൽ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുക്കണം. അപ്പൊ BG കളർ. ടേബിളിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് കൊടുക്കണം. അന്നേരം ബാക്ക്ഗ്രൗണ്ട്സ് ഒരൊറ്റ ഫ്രെയിമിലെ 4 തീരും. ബോർഡർ കളർ, BG കളർ, ബാക്ക്ഗ്രൗണ്ട്സ്. ദെൻ ആ ടേബിളിന്റെ ഹൈറ്റ് തീരുമാനിക്കാൻ ഹൈറ്റ് എന്നുള്ള പാരാമീറ്റർ. ദെൻ വിഡ്ത്ത് തീരുമാനിക്കാൻ വിഡ്ത്ത്. ആൻഡ് 7th വൺ ഈസ് അലൈൻമെന്റ്. എവിടെ വരണം എന്നുള്ളത് തീരുമാനിക്കാൻ ലെഫ്റ്റ് ആണോ, റൈറ്റ് ആണോ, സെന്റർ ആണോ. പോരാ, ഒന്നുകൂടി കള്ളികൾ തമ്മിൽ ഗ്യാപ്പ് വേണമെന്നുണ്ടെങ്കിൽ സെൽ സ്പേസിങ്. കള്ളികൾ അതല്ല, ഡാറ്റയും കള്ളിയുടെ ബോർഡറും തമ്മിൽ ഗ്യാപ്പ് വേണമെന്നുണ്ടെങ്കിൽ സെൽ പാഡിങ്. എന്തിനാ സാറേ 4 ചോദിച്ചിട്ടുള്ളൂ? പഠിക്കുമ്പോൾ ഫുള്ള് പഠിക്കാം, എന്നാൽ അതിന് മുകളിൽ ഇനി വരാനില്ല. യെസ്. അപ്പൊ നെക്സ്റ്റ് വൺ,
എക്സ്പ്ലെയിൻ എനി ടു ആട്രിബ്യൂട്ട്സ് ഓഫ് ടി എച്ച് ആൻഡ് ടി ഡി. അതിനു മുമ്പ് ഈ ടേബിളിന്റെ അസോസിയേറ്റ് ചെയ്ത 3 ടാഗുകളുണ്ട്. ടേബിളുമായി ബന്ധപ്പെട്ടിട്ട് 3 ടാഗ്. ഒന്ന് ടി ആർ, ടേബിളിന്റെ റോ, ദെൻ ടി എച്ച്, ടി ഡി, ടേബിളിന്റെ ഹെഡിങ്, ടേബിളിന്റെ ഡാറ്റ. അപ്പൊ ഇത് രണ്ടിന്റെയും ആട്രിബ്യൂട്ട്സ് സെയിം ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പൊ രണ്ടിന്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയുള്ളത്? യെസ്, ഒരു റോ മാത്രം, ഒരു കള്ളി മാത്രം കൺസിഡർ ചെയ്യുക, ഒരു സെല്ല് മാത്രം, ഒരു കൊള്ളി അല്ലെ, റോ അല്ല, ഒരു കള്ളി, ഒരു ഡാറ്റ മാത്രം. അപ്പൊ ആ കള്ളിയുടെ ഹൈറ്റ് തീരുമാനിക്കാൻ വേണ്ടി ഹൈറ്റ് വേണ്ട, ആ കള്ളിയുടെ കളർ തീരുമാനിക്കാൻ വേണ്ടി BG കളർ, ആ കള്ളിയുടെ അലൈൻമെന്റ് എവിടെ വരണം എന്ന് തീരുമാനിക്കാൻ അലൈൻ, വെർട്ടിക്കൽ അലൈൻമെന്റ് എവിടെ വേണം എന്നുള്ളത് തീരുമാനിക്കാം. ദെൻ കള്ളികൾ തമ്മിൽ ജോയിന്റ് അടിക്കണമെങ്കിൽ റോ സ്പാൻ, അതേപോലെ കോൾ സ്പാൻ. ഈ 5 ആട്രിബ്യൂട്ട്സ് ആണ് THനും TDക്കുള്ളത്. സോ നെക്സ്റ്റ് വൺ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റോ സ്പാൻ ആൻഡ് കോൾ സ്പാൻ. റോ സ്പാൻ എന്ന് പറഞ്ഞാൽ മെർജിങ് ആണ്, കൂട്ടിച്ചേർക്കലാണ്, മെർജിങ് ഓഫ് റോകളാണ്. റോകൾ മെർജ് ചെയ്യുന്നതിനെ പറഞ്ഞ പേര് റോ സ്പാൻ. അതേപോലെ കോളങ്ങൾ മെർജ് ചെയ്യുകയാണെങ്കിൽ മെർജിങ് ഓഫ് കോളംസ്, മെർജിങ് ഓഫ് കോളമാണ്. കോളങ്ങൾ മെർജ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് കോൾ സ്പാൻ. റോ സ്പാൻ ഈക്വൽ 5 എന്ന് പറഞ്ഞാൽ 5 റോന്റെ വലുപ്പം എടുക്കും ഒരു കള്ളി. കോൾ സ്പാൻ ഈക്വൽ 2 എന്ന് പറഞ്ഞാൽ 2 കോളങ്ങളുടെ വലുപ്പം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരു കോഡ് തരും എക്സാമിന്. ഇങ്ങനെ ഒരു കോഡ് തന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ ഈ ഒരൊറ്റ കോഡ് നമുക്ക് വെറുതെ ചുമ്മാ ചെയ്യാം. ഇങ്ങനെ ഇവിടെ A വേണം, ഇവിടെ B വേണം, ഇവിടെ C വേണം, D വേണം, E വേണം. ഇങ്ങനെ ടേബിൾ തന്നാൽ ഇങ്ങനൊന്നും വരൂല, പക്ഷെ മാക്സിമം ചെയ്താൽ അടിപൊളിയായി. ടേബിൾ എന്നുള്ള ചുമ്മാ ഔട്ടർ കൂടെ ലൈൻസ് ഉണ്ട്, ടേബിൾ ബോർഡർ ഈക്വൽ ടു 1 കഴിഞ്ഞു. അതിൽ ഫസ്റ്റ് റോയിൽ എന്തൊക്കെ കാണുന്നത്? A എന്നുള്ള എലമെന്റും കാണുന്നുണ്ട്, B എന്നുള്ള എലമെന്റും കാണുന്നുണ്ട്, എയും ബിയും കാണുന്നുണ്ട്. അതാണ് ഫസ്റ്റ് റോ. അപ്പൊ ഫസ്റ്റ് റോയില് ആദ്യത്തെ എലമെന്റ് ടി ഡി ഡാറ്റയാണ്. എത്ര റോന്റെ വലുപ്പമാണ് എടുക്കുന്നത്? A 1 2 3 3 റോന്റെ വലുപ്പം എടുക്കുന്നുണ്ട്. അപ്പൊ റോ സ്പാൻ ഈക്വൽ ടു 3. അവിടെ A എന്നുള്ള പ്ലേസ് ചെയ്യാം, അതോട് കൂടെ TD ക്ലോസ് ചെയ്തു, A കംപ്ലീറ്റ് ആയി. ഇനി ബിക്ക് വിവാദങ്ങളുണ്ടോ? വിവാദമുണ്ട്. ബിയുടെ വലുപ്പം 2 കോളത്തിന്റെ വലുപ്പമാണ് എടുക്കുന്നത്. സോ TD കോൾ സ്പാൻ ഈക്വൽ ടു 2, കോൾ സ്പാൻ ഈക്വൽ ടു 2 എന്ന് എഴുതാം. എന്നിട്ട് അവിടെ B എന്ന് എഴുതാം, TD ക്ലോസ് ചെയ്യാം. ഇതോട് കൂടെ ഫസ്റ്റ് റോ അവസാനിച്ചു. മറ്റൊരു കളർ എടുക്കാം. യെസ്, മറ്റൊരു കളർ എടുത്തിട്ട് TR, അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യും. അടുത്ത റോയിൽ C മാത്രമേ എഴുതാനുള്ളൂ. B എഴുതി അതേപോലെ C എഴുതാം. TD കോൾ സ്പാൻ ഈക്വൽ ടു 2, കോൾ സ്പാൻ ഈക്വൽ ടു 2, അവിടെ C എന്ന് എഴുതാം, TD ക്ലോസ് ചെയ്യാം. ഇതോട് കൂടെ ആ റോയും അവസാനിച്ചു. മൂന്നാമത്തെ റോ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? TR. മൂന്നാമത്തെ റോന്റെ പ്രത്യേകത D എന്നുള്ളതും E എന്നുള്ളതും മൂന്നാമത്തെ റോ ആണ്. അപ്പൊ അതിൽ പ്രത്യേകിച്ച് വിവാദങ്ങളൊന്നുമില്ല. ചുമ്മാ 2 TD ഒരുമിച്ച് എഴുതാം. DE കണ്ട, TD ക്ലോസ്, TD ക്ലോസ്. ഇതോട് കൂടെ എന്ത് ക്ലോസ് ചെയ്യാം? TR ക്ലോസ് ചെയ്യാം, ടേബിൾ ക്ലോസ്. അപ്പൊ ഇതേപോലെ ഒരുപാട് എക്സാമ്പിൾസുകൾ എന്തും ചോദിക്കാം. റെഡി ആക്കി സെറ്റ് ആക്കി നമുക്ക് പഠിക്കാം. സോ നെക്സ്റ്റ് വൺ, നെയിം ദ ടാഗ് യൂസ്ഡ് ടു ഡിവൈഡ് ദ ബ്രൗസർ വിൻഡോ. ഈ ചാപ്റ്റർ 5th ടോപ്പിക് ആണ്. ഡിവൈഡിങ് ദ ബ്രൗസർ വിൻഡോ പറഞ്ഞാൽ എന്താ? സ്പ്ലിറ്റ് സ്ക്രീൻ ആണ്. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗിന്റെ പേരെന്താ? ഫ്രെയിം സെറ്റ്. എന്താടാ? ഫ്രെയിം സെറ്റ്. അതേപോലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ടാഗ് ആണ് ഫ്രെയിം ടാഗ്. അപ്പൊ ആൻസർ ഫ്രെയിം സെറ്റ് ആണ്. ഫ്രെയിം സെറ്റ് എങ്ങനെ കട്ട് ചെയ്യാം? റോ ആയിട്ടാണോ കട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കോളം ആയിട്ടാണോ കട്ട് ചെയ്യേണ്ടത്? കട്ട് ചെയ്യുമ്പോൾ ബോർഡർ വേണോ? ബോർഡർ വേണ്ട, ബോർഡറിന്റെ കളർ തീരുമാനിക്കണോ? ബോർഡർ കളർ. ഇതാണ് 4 ആട്രിബ്യൂട്ട്സ്. എന്നാ ഫ്രെയിമിന്റെ ആട്രിബ്യൂട്ട് എന്താ? ഏത് ഫയലാണോ വരേണ്ടത്? SRC. ആ ഫയലിന് പകരം നെയിം കൊടുക്കണോ? നെയിം. ഇതാണ് ആട്രിബ്യൂട്ട്സ്. അപ്പൊ ആൻസർ ഫ്രെയിം സെറ്റ് ആണ്. യെസ്. നെക്സ്റ്റ് വൺ, ലിസ്റ്റ് എനി 3 വാല്യൂസ് പ്രൊവൈഡ് ടു ടൈപ്പ് ആട്രിബ്യൂട്ട്സ്. വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. ടൈപ്പിന്റെ വാല്യൂസ് എന്നാ പിടിച്ചോ. ടൈപ്പിന്റെ വാല്യൂസ്, ഫസ്റ്റ് വാല്യൂ ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു കള്ളി. ആ കള്ളിയിൽ ചുമ്മാ ടൈപ്പ് ചെയ്യുന്ന അതേപോലെ വരണം. ആ കള്ളിയിൽ വരുന്നതിന് പകരം എനിക്ക് പാസ്വേഡ് ആണ് എങ്കിൽ ചുമ്മാ ബബിൾസ് ആണ് വരിക, അല്ലെങ്കിൽ ഡിസ്ക് സിമ്പിൾ ആണ് വരിക. ഇതാണ് ടൈപ്പിന്റെ വാല്യൂസ്. രണ്ടാമത്തത് റേഡിയോ എന്ന് പറഞ്ഞാൽ ബബിൾ ഇങ്ങനെ സെലക്ട് ചെയ്യണം, ചെക്ക് ചെയ്യുക. ജെൻഡറൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ മെയിൽ ഫീമെയിൽ, അതാണ് സത്യത്തിൽ റേഡിയോ. ചെക്ക് ബോക്സ് പറഞ്ഞാൽ ടിക്ക് ചെയ്യുക. ഐ ആക്സെപ്റ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ. ദെൻ ചുമ്മാ ബട്ടൺ, സബ്മിറ്റ്, ദെൻ ഫൈനലി റീസെറ്റ്. ലാസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ 3 ആട്രിബ്യൂട്ട്സ് ഓഫ് ടെക്സ്റ്റ് ഏരിയ. ടെക്സ്റ്റ് ഏരിയ പറഞ്ഞാൽ ഒരു വലിയ ബോക്സിന്റെ അഡ്രസ് ഒക്കെ എൻ്റർ ചെയ്യുന്ന സെക്ഷൻ. അപ്പൊ ഇതിന്റെ കേസിൽ എത്ര റോസ് വേണം അത് തീരുമാനിക്കാൻ റോസ്, എത്ര കോളം വേണം അത് തീരുമാനിക്കാൻ കോൾസ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് നെയിം. യെസ്, സെറ്റ് അല്ലടാ.